ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നാം വളരെയധികം ബുദ്ധിമുട്ടുന്നത് സാധാരണ ശൈലികളിൽ സംസാരിക്കാനാണ്. അങ്ങനെയുള്ള സംസാരങ്ങളെ നമുക്ക് വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട്, വളരെ ചെറിയ വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെയുള്ള വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്സേ. നമ്മളിപ്പം ഒരാളെ കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ ആരാണ്? പറയൂ, നീ ആരാണ്? സേ ഹു ആർ യു. പിന്നീട് നീ എവിടെയാണ് താമസിക്കുന്നത്? വെയർ ഡു യു ലിവ്? വെയർ ഡു യു ലിവ്. ഇനി നമ്മൾ നീ ആരാണെന്ന് ചോദിച്ചിട്ട് നീ എന്താണ് അല്ലെങ്കിൽ നിനക്ക് എന്താണ് ജോലി എന്നതിന് നമുക്ക് എന്ത് ചോദിക്കാം? വാട്ട് ആർ യു? വാട്ട് ആർ യു? ഓക്കെ. അതുപോലെ ഹു ആർ യു, നീ ആരാണ്? ഇപ്പോൾ പറയൂ, നീ ആരാണ് എന്നാണെങ്കിൽ സേ ഹു ആർ യു. നീ എവിടെ താമസിക്കുന്നു? വേർ ഡു യു ലിവ്. നീ എന്താണ് നിൻ്റെ ജോലി? വാട്ട് ആർ യു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഒരാളെ കാണിച്ചിട്ട് അത് ആരാണെന്നാണ് നീ വിചാരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ്. അതാരാണെന്നാണ് നിൻ്റെ വിചാരം? ഹു ഡു യു തിങ്ക് ഇറ്റ് ഈസ്. പിന്നെ ചോദിക്കുകയാണ്, നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? വെയർ യു ദെയർ. വെയർ WERE വെയർ യു ദെയർ. നിങ്ങളവിടെ ഉണ്ടായിരുന്നോ? ഇനി ഒരാളെ കണ്ടിട്ട് ചോദിക്കുകയാണ്, ഇത് മിസ്റ്റർ ജെയിൻ ആണോ എന്നെങ്ങനെ ചോദിക്കാം? ഈസ് മിസ്റ്റർ ജെയിൻ. അല്ലെങ്കിൽ മിസ്റ്റർ ജെയിൻ ഇവിടെ ഉണ്ടോ എന്നാണെങ്കിൽ ഈസ് മിസ്റ്റർ ജെയിൻ ഹിയർ. എന്നാൽ മിസ്റ്റർ ജെയിൻ അവിടെ ഉണ്ടോ എന്നാണെങ്കിലോ ഈസ് മിസ്റ്റർ ജെയിൻ ദെയർ. ഉണ്ടെന്നാണ് തോന്നുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ പറയില്ലേ, ഉണ്ടെന്നാണ് തോന്നുന്നു. ഐ തിങ്ക് സോ. ഐ തിങ്ക് സോ. എന്നാലും മറ്റൊരാളെ കാണിച്ചിട്ട് നീ സുരേഷ് അല്ലേ? ആർ യു സുരേഷ്? ആർ യു സുരേഷ്. അത് നീ ഇന്ന ആളാണോ എന്ന് ചോദിക്കുന്നത് നമുക്കങ്ങനെ ചോദിക്കാം. അതെ, ഞാൻ സുരേഷാണ്. യെസ് ഐ ആം. യെസ് ഐ ആം. പിന്നെ ഒരാളെ പറ്റി ചോദിക്കുകയാണ്, അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണോ? ഈസ് ഹി എവർ. AWAY എവർ. ഈസ് ഹി എവർ. അല്ല, അദ്ദേഹം സഹോദരിയുടെ വീട്ടിലുണ്ട്. നോ, ഹീസ് ഇൻ ഹിസ് സിസ്റ്റേഴ്സ് ഹൗസ്. ഹീസ് ഇൻ ഹിസ് സിസ്റ്റേഴ്സ് ഹൗസ്. എന്നാൽ നീ ഇന്ന് വരുമോ എന്നാണെങ്കിൽ ആർ യു കമ്മിങ് ടുഡേ. ആർ യു കമ്മിങ് ടുഡേ. ചിലപ്പോൾ വരും. മേ ബി. ഓക്കെ. ഇനി നമ്മൾ സാധാരണ ടോക്കിൽ നീ കുളിക്കുന്നോ? നീ ഇപ്പോൾ കുളിക്കുന്നോ? യു ഹാവ് ലൈക്ക് ടു എ ബാത്ത്. നിനക്ക് കുളിക്കാൻ ഇഷ്ടമുണ്ടോ, ആഗ്രഹമുണ്ടോ? യു ഹാവ് ലൈക്ക് ടു എ ബാത്ത്. അതെ, ഉണ്ടെന്നാണെങ്കിൽ റൈറ്റ്. ഓക്കെ, താങ്ക്സ്. നിൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? എനിവൺ വിത്ത് യു. ഇല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നോ ഓൺലി അസ്. എനിവൺ വിത്ത് യു? നോ, ഓൺലി അസ്. താങ്കൾക്ക് ഈ ഇംഗ്ലീഷുകാരനെ അറിയുമോ? ഡു യു നോ ദിസ് ഇംഗ്ലീഷ് ഗേ? ഡു യു നോ ദിസ് ഇംഗ്ലീഷ് ഗേ? അതെ, എനിക്കറിയാം. യെസ് ഐ നോ ഹിം. നീ അവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് ഡു യു ഡു ദെയർ? വാട്ട് ഡു യു ഡു ദെയർ. നീ അവിടെ എന്ത് ചെയ്യുന്നു? നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു യു റിമെമ്പർ മീ. ഡു യു റിമെമ്പർ മീ. അപ്പോൾ പറയാണ്, എനിക്ക് നിന്നെ എങ്ങനെ മറക്കാൻ സാധിക്കും? ഹൗ ക്യാൻ ഐ ഫോർഗറ്റ് യു. ഹൗ ക്യാൻ ഐ ഫോർഗറ്റ് യു. ഹൗ ക്യാൻ ഐ ഫോർഗറ്റ് യു. ഓക്കെ, ഇത് നമ്മൾ സാധാരണയായിട്ട് കോൺവെർസേഷനുകളിൽ യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ ചിലരെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിഷമങ്ങളെ മാറ്റാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുമോ നോക്കൂ ഇംഗ്ലീഷിൽ. ദുഃഖിക്കാതിരിക്കൂ. സ്റ്റോപ്പ് വറിയിങ്. സ്റ്റോപ്പ് വറിയിങ്. കരയുന്നത്, ഇപ്പോൾ ആണുങ്ങളോട് നമ്മൾ പറയും കരയുന്നത് ആൺകുട്ടികൾക്ക് ചേർന്ന് അല്ലെങ്കിൽ ആണത്തമല്ല എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് മാൻലി ടു ക്രൈ. ഇറ്റ് ഈസ് നോട്ട് മാൻലി ടു ക്രൈ. വിഷമിക്കരുത്. ഡോണ്ട് വറി. അത് സാരമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ.
ടേക്ക് വാട്ട് എവർ യു നീഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ ഇഫ് ദർ ഈസ് എനി ഡിഫിക്കൽട്ടി. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കാനൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, നിങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് യു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തോളൂ. ടേക്ക് വാട്ട് എവർ യു നീഡ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ ഇഫ് ദർ ഈസ് എനി ഡിഫിക്കൽട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത് നമുക്ക് ചിലരെ ആശ്വസിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ കൺസലേറ്റ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവളെ ആശ്വസിപ്പിക്കൂ. കൺസോൾ ഹർ. കൺസോൾ ഹർ. ഇത് ദൈവനിശ്ചയമാണ്. ഇറ്റ് വാസ് ഗോഡ്സ് വിൽ. ഇറ്റ് വാസ് ഗോഡ്സ് വിൽ. നിങ്ങൾ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുകയാണ്. യു ആർ ആങ്ക്രി ഫോർ നത്തിങ്. യു ആർ ആങ്ക്രി ഫോർ നത്തിങ്. താങ്കൾക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ എന്നോട് എന്തും ചോദിക്കാം. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ. യു ക്യാൻ ആസ്ക് മീ എനിത്തിങ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഇതെല്ലാം നീ കാരണമാണ്. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട് ഇതെല്ലാം നീ കാരണം. ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് യു. നരകത്തിൽ പോയി തുലയൂ. ഗോ ടു ഹെൽ. താങ്കൾക്ക് സ്വബോധമുണ്ടോ? ആർ യു ഇൻ യുവർ സെൻസ്? ആർ യു ഇൻ യുവർ സെൻസ്? നിങ്ങൾ വളരെ മുൻകോപിയാണ്. യു ആർ വെരി ഷോർട്ട് ടെമ്പേർഡ്. യു ആർ വെരി ഷോർട്ട് ടെമ്പേർഡ്. നീ ഒന്ന് പോവുമെന്ന് ചോദിക്കില്ലേ? കൺമുന്നിൽ നിന്നൊന്ന് പോയി തരാമെന്ന് ചോദിക്കത്തില്ലേ? അതിനാണ് ഗെറ്റ് ലോസ്റ്റ്. ഗെറ്റ് ലോസ്റ്റ്. അപ്പം ഈ ഒരു സെൻറ്റൻസുകൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനം എക്സസൈസ് ഉണ്ട്, അതുകൂടി ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ സമ്മതം കൊടുക്കാൻ വേണ്ടി, കൺസെൻറ്റ് കൊടുക്കാൻ വേണ്ടി എന്തൊക്കെയാണ് പറയുന്നത്? ഐ ഗിവ് മൈ കൺസെൻറ്റ്. ഞാൻ സമ്മതം മൂളുന്നു. ഐ ഗിവ് മൈ കൺസെൻറ്റ്. ഞാൻ നിങ്ങളുടെ വാക്കനുസരിച്ച് പ്രവർത്തിക്കാം. ഐ വിൽ ഫോളോ യുവർ വേർഡ്. ഐ വിൽ ഫോളോ യുവർ വേർഡ്. താങ്കളുടെ ഇഷ്ടം പോലെ. ആസ് യു ലൈക്ക്. നിൻ്റെ ആശയത്തോട് ഞാൻ യോജിക്കുന്നു. ഐ ആക്സെപ്റ്റ് യുവർ ഐഡിയ. ഐ ആക്സെപ്റ്റ് യുവർ ഐഡിയ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സ്കൂൾ തുറപ്പിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ക്ലാസ്സിലും വീട്ടിലും ഒക്കെ സംസാരിക്കാൻ പറ്റിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളായിരിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും കാണാത്ത പഴയ 10 ദിവസത്തെ വീഡിയോസിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം കാണുന്നതിലാണെങ്കിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.